ഹായ് ഹലോ, രാജി വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. അമ്മ ഇന്ന് പറയാനായിട്ട് വന്നിട്ടുള്ളത് എന്താണെന്നറിയോ? ഇന്നലെ ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു, അമ്മേ എനിക്ക് യാത്ര ചെയ്യണ സമയത്ത് മുടി കെട്ടുപിടിക്കണുണ്ട്, ചുരുണ്ട് നിൽക്കണുണ്ട്, അതിന് എന്തെങ്കിലും അമ്മ ഒന്ന് പറഞ്ഞു തരുമെന്ന്. അപ്പൊ ഞാനൊരു വോയിസ് വിട്ടു, മടഞ്ഞിട്ടോളൂന്ന്. പക്ഷെ അതൊരു സൊല്യൂഷൻ അല്ലല്ലോ, പാവല്ലേ കുട്ടി. അമ്മമാര് ആവശ്യം അറിഞ്ഞു വിളമ്പണവരല്ലേ. അവള് അങ്ങനെ ഒരു ചോദിച്ചിട്ടുണ്ടെങ്കിൽ അമ്മ തീർച്ചയായിട്ടും അതിന് മറുപടി പറയേണ്ട വെച്ചിട്ട് അമ്മ എത്രയും പെട്ടെന്ന് അതിനുള്ളൊരു മറുപടിയും കൂടിയാണ് കേട്ടോ. ഇതെല്ലാവർക്കും ഉപകാരപ്രദമാണ്. നമുക്ക് എല്ലാവർക്കും സ്ത്രീകൾക്ക് അറിയാലോ, യാത്രയിലെ കുളിച്ച മുടിയാണെങ്കിൽ നമ്മൾ മടഞ്ഞിടാതെ അഴിച്ചിടും. അപ്പോഴൊക്കെ ഇത് ചുരുണ്ട് കട്ട പിടിച്ച് നമ്മള് യാത്ര കഴിഞ്ഞ് വീട്ടിൽ വന്ന് അതൊന്ന് വേടർത്തിയൊരു മുടിയാക്കണമെങ്കിൽ എന്തോരം ബുദ്ധിമുട്ടാ അല്ലേ. അതിനൊരു ചെറിയ സൊല്യൂഷൻ ആയിട്ടാണ് അമ്മ വന്നിട്ടുള്ളത്. അപ്പോ അമ്മ വീഡിയോയിലേക്ക് കടക്കണതിന്റെ മുന്നേ ആദ്യം തന്നെ പറയാണ്, നമ്മുടെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു വെച്ചാൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇത് പെൺകുട്ടികൾക്കൊക്കെ ഒരുവിധം എല്ലാ കുട്ടികൾക്കും ഇത് ഉപകാരപ്രദമാവും കേട്ടോ. അപ്പോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അമ്മയെ സപ്പോർട്ട് ചെയ്യും കൂടി വേണം കേട്ടോ. അപ്പൊ അമ്മ പറഞ്ഞു തുടങ്ങണം. ഇതിന് വേണ്ട സാധനങ്ങൾ എന്താന്ന് അമ്മ ആദ്യം പറയാം. ആദ്യം നമുക്ക് ഇതിന് വേണ്ടത് ചോറാണ്. അമ്മയ്ക്ക് ഇപ്പൊ ഇവിടെ വെളുത്തരിയുടെ ചോറാണ്. അപ്പൊ ചുവന്നരിയുടെ ചോറാണെങ്കിൽ ഏറ്റവും നല്ല കേട്ടോ. നമ്മുടെ മുടിക്ക് ചുവന്നരിയുടെ ചോറ് എടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. പിന്നെ വേണ്ടത് എന്താണെന്നറിയോ? പിന്നെ നമ്മൾ വേണ്ടത്, പിന്നെ നമ്മളുടെ മുടി ഡ്രൈ ആയിട്ടുള്ള മുടിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ പാലെടുത്തോളൂ. ഈ ചോറ് കൂടെ പാലെടുത്തോളൂ. പിന്നെ വേണ്ടത് എന്താണെന്നറിയോ? പഴം. അമ്മ പറയണത് എന്താ വെച്ചാല്, നമ്മളുടെ ഈ റോബസ്റ്റ പഴല്ലേ, അത്യാവശ്യം പഴുത്തോട്ടെ കേട്ടോ, നല്ല പഴുത്തോട്ടെ. ആ പഴം എടുത്തോളൂ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാന്ന് അമ്മ പറഞ്ഞുതരാം. നമ്മൾ ഇത് മൂന്നും കൂടി മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് സ്മൂത്തി പരുവത്തിൽ അരച്ചെടുക്കുക. നന്നായി അരച്ചെടുക്കുക. പിന്നെ അത് അരിക്കണം എന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ഇനി കഴിയുവെച്ചാ അരിച്ചോളൂ. എന്നാ നമുക്ക് മുടിയിലേക്ക് സൂപ്പറായിട്ട് ആഡ് ചെയ്യാം. പക്ഷെ നമുക്കത് അരിക്കണ്ട, നമ്മൾ സ്മൂത്തി പരുവത്തിലാണല്ലോ. അതിന്റെ മനസ്സിലായില്ലേ ഏകദേശം അതിന്റെ പരുവം, സ്മൂത്തി പരുവം. അപ്പോൾ നമ്മൾ ഇത് എങ്ങനെയാ വെച്ചാല്, നമ്മൾ തലേ ദിവസം ഇതിന് തയ്യാറാവുമ്പോൾ നമ്മൾ തലേ ദിവസം മുടിയിലെ ചളി കളയുക എന്നുള്ളതാണ്. പറപറാന്നാക്കുക എന്നുള്ളതല്ല. അമ്മ പറയാച്ചതുണ്ടോ, ഈ ചെമ്പരത്തിപ്പൂ മതി കേട്ടോ നിങ്ങൾക്ക്. ഈ ചെമ്പരത്തിപ്പൂവ് മതി നിങ്ങൾ താളി ഉണ്ടാക്കാൻ. ഒരു കുറച്ച് കൂടുതൽ ചെമ്പരത്തിപ്പൂവ് നമ്മൾ അടുപ്പത്ത് വെച്ച് തിളച്ച വെള്ളത്തിലിട്ടിട്ട് പെട്ടെന്ന് വാങ്ങി വെക്കാം. എന്നിട്ട് ഞെരടി പിഴിഞ്ഞ് അരിച്ച് അതിന്റെ താളി തേച്ചാലും മതി നിങ്ങൾ. അല്ല ഇനി നിങ്ങൾക്ക് ഷാമ്പു തേക്കണവരാച്ച, അമ്മ പറയാച്ച കെമിക്കൽ ഇല്ലാത്ത ബേബി ഷാമ്പു അങ്ങനെ എന്തെങ്കിലും തേച്ച് മുടി വൃത്തിയാക്കുക. കാരണം നമ്മളുടെ സ്കാൽപ്പ് വൃത്തിയാവുക എന്നുള്ളതാണ് കേട്ടോ അതില്. പിന്നെ ഈ ചുവന്ന അരിയുടെ ചോറും പഴവും പാലൊക്കെ നമ്മളെ മുടിയിലേക്ക് നല്ലതാ. പക്ഷെ പാലാണ് അമ്മ പറയണ വെച്ചാലും ഡ്രൈ മുടിയാണെന്നുണ്ടെങ്കിൽ പാലും എടുത്തോളൂ. ഓയിലി ആയിട്ടുള്ള മുടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തൈര് എടുത്തോളൂ. മനസ്സിലായില്ലേ? ഡ്രൈ ആണെങ്കിൽ പാല്, ഓയിലി ആണെങ്കിൽ തൈര്, ഇങ്ങനെ എടുത്തോളൂ കേട്ടോ. നിങ്ങളുടെ മുടി നിങ്ങൾക്കല്ലേ അറിയൂ, അതിനനുസരിച്ച് നിങ്ങൾ ചെയ്തോളൂ. അപ്പോൾ നമ്മൾ ഇത് എങ്ങനെയാ ഉപയോഗിക്കേണ്ടതെന്നുള്ള വെച്ചാൽ അമ്മ പറഞ്ഞു തരാം. അപ്പൊ ഈ മുടി നമ്മൾ ഈ ടവല് കൊണ്ട് 3 പ്രാവശ്യം അങ്ങനെ ചെയ്തു. അപ്പൊ മുടി അത്യാവശ്യം ഒന്നിങ്ങനെ നനവ് പോലെ ഉണ്ടാവും. അറിയാലോ, ഒന്ന് ചെറിയൊരു നനവ് പോലെ വേണം അതിന്. അതാണ്. അല്ലെങ്കിൽ നിങ്ങൾ നനവില്ലെങ്കിൽ ഒന്ന് പതുക്കെ ഒന്നും കൂടി നനച്ചു കൊടുത്തോളൂ. ഇത് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇത് നമ്മൾ എങ്ങനെ ഉപയോഗിക്കുക വെച്ചാൽ അമ്മ അത് ഉപയോഗിച്ച് കാണിച്ചു തരുന്നില്ല. കാരണം അമ്മയ്ക്ക് ഇയർ ബാലൻസിന്റെ പ്രശ്നം കാരണം ഇത് അത്യാവശ്യം കഴുകി കളയാൻ നല്ല ബുദ്ധിമുട്ടാണ്. നല്ല കുമ്പിട്ട് നിന്നിട്ട് വേണം ഇത് കഴുകി കളയാൻ. അമ്മയ്ക്ക് കുറെ മണിക്കൂർ നിൽക്കാൻ പറ്റണില്ല. അതുകൊണ്ടാണ് കേട്ടോ അമ്മ ഇത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ ഇത് തേക്കുക എങ്ങനെയാ വെച്ചാല്, ആ സമയത്ത് നമ്മളെ മുടിയിൽ ഒരു കൂട് പോലും അരുത്. കാരണം അപകടം വരുള്ളൂ. കാരണം പൊട്ടിപ്പോവും. നമ്മൾക്ക് എന്താണ് വേണ്ടത്? മുടി പൊട്ടിപ്പോവാതിരിക്കുക, മുടി നല്ല തിളങ്ങി നല്ല എന്താ പറയാ ഷൈനി ആയിട്ട് നിൽക്കുക. പിന്നെ അങ്ങനെയൊക്കെയല്ലേ, ചുരുളിച്ചൊക്കെ ഒന്ന് പോയിട്ട് നല്ല ഷൈനി ആയിട്ട് നിൽക്കല്ലേ നമുക്ക് വേണ്ടത്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മുടിയിൽ കെട്ടൊന്നും ഉണ്ടാവാൻ പാടില്ല. എന്നിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ പേടിക്കണ്ടല്ലോ. നമ്മൾ ഈ കരോട്ടിൻ ട്രീറ്റ്മെന്റ് തന്നെയാണ് അത് കേട്ടോ. നമ്മൾ ബ്യൂട്ടി പാർലറിൽ ഒരുപാട് പൈസ ചിലവാക്കുക. നമ്മൾ സാധാരണക്കാർക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു കാര്യം അമ്മ പറഞ്ഞു തരുന്നത്. അപ്പൊ നമ്മൾ എന്ത് വേണമെന്നോ, ഇവിടുന്ന് മുതൽക്ക് കുറേശ്ശെ കേട്ടോ, കുറേശ്ശെ അങ്ങനെ ഇവിടുന്ന് നിങ്ങൾ എടുത്തിട്ട് കുറേശ്ശെ ഇത്രശ്ശേ എടുക്കാവുള്ളൂ. ഈ പാർട്ണറിന് ഈ സ്കാൽപ്പിൽ നല്ല ആഡ് ചെയ്യാട്ടോ. ഒരു പേടിയും പേടിക്കേണ്ട. സ്കാൽപ്പിലൊക്കെ നന്നായി നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോകുമ്പോൾ സ്കാൽപ്പിലാണ് ആഡ് ചെയ്യാത്തത്, ഹെയറിലാണ് കൂടുതൽ കേട്ടോ. ഇപ്പൊ നമുക്ക് സ്കാൽപ്പിൽ നന്നായി തേക്കാം കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ഇത്രശ്ശെ മുടി എടുത്തിട്ട് നമ്മൾ പാർട്ടായിട്ട് മുഴുവനെ തേച്ച് പിടിപ്പിച്ചതിന്റെ ശേഷം നമ്മൾ എന്ത് ചെയ്യണം? തേക്കണതിന്റെ മുന്നേ ചീർപ്പോണ്ടൊന്ന് ചീന്തി കൂടില്ല എന്ന് ഉറപ്പ് വരുത്തിക്കോളൂ. തേച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോന്ന് തേക്കുമ്പോഴും ആ അമ്മ പല്ലകലുള്ള ചീർപ്പ് കാണിച്ചു തന്നിട്ടില്ലേ,
അതുകൊണ്ട് കുട്ടികൾ ഒന്നും കൂടി ചീന്തി അങ്ങനെ ഇട്ടോളൂ കേട്ടോ. ഇത് തേച്ച് കഴിഞ്ഞിട്ടും ചീന്തി വെച്ചോളൂ. കഴുകി കളയാൻ എളുപ്പമാണ്, മുടി പൊട്ടിപ്പോവാതിരിക്കാനൊക്കെയാണ്. എന്നിട്ട് നമ്മൾ ഇത് എന്ത് ചെയ്യണം, 1 മണിക്കൂർ കഴിഞ്ഞിട്ട്, അനി അരമണിക്കൂർ വെച്ചാലും കുഴപ്പമില്ല കേട്ടോ. 1 മണിക്കൂർ, ഈ വേനൽക്കാലം ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഡ്രൈ ആവും, അല്ലാതെ ഡ്രൈ ആവാതെ നോക്കിക്കോളൂ. എന്നിട്ട് നമ്മൾ നോർമൽ വാട്ടറിൽ കുളിച്ചോളൂ. ഇനി നിങ്ങൾക്ക് ഇത് ഷാമ്പു തേച്ചേ പറ്റൂന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയല്യൂട്ട് ചെയ്തിട്ട്, വെള്ളത്തിലേക്ക് ഡയല്യൂട്ട് ചെയ്തിട്ട് ലൈറ്റ് ആയിട്ട് ഷാമ്പു തേച്ച് നേരെ കഴുകി കളഞ്ഞോളൂ. ഉറപ്പായിട്ടും നിങ്ങളുടെ മുടി നല്ല സ്മൂത്തി, നല്ല ചന്തമുള്ള മുടിയായിരിക്കും. ഇത് എങ്ങനെ വേണമെച്ചാലേ, ഇത് പെർമനന്റ് അല്ല കേട്ടോ. ഇത് നിങ്ങൾ ആഴ്ചയിൽ 1 പ്രാവശ്യം ചെയ്യാൻ പേടിക്കണ്ട. കുഴപ്പമൊന്നുമില്ലല്ലോ, മുടി നന്നാവുകയാണ് ചെയ്യുള്ളൂ, വളരും ചെയ്യൂ കേട്ടോ. പൊട്ടിപ്പോവൊന്നും ചെയ്യില്ല. തലപ്പ് പൊട്ടലിനൊക്കെ ഇത് നല്ല ഉപകാരം കേട്ടോ. അപ്പൊ നിങ്ങൾ ഇത് ആഴ്ചയിൽ 1 തവണ ട്രൈ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. ഇനി പുതിയൊരു വീഡിയോ വരുന്നവരേക്കും